ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചിന്നുവിനെയും കൂടെ കൊണ്ടുപോയിക്കൂടെ? അപ്പോ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ലെന്ന് അമ്മ തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എങ്കിലും അവള് വരണ്ട. ഇനിയിപ്പോ അവള് പറ്റില്ലെന്ന് പറഞ്ഞാലും അച്ഛൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. മണിമാല ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അച്ഛൻ അത് വാങ്ങണം. ശരി മോളെ, ഞാൻ അവളെ ഒന്ന് വിളിക്കാം. ശരി അച്ഛൻ. ഹലോ അച്ഛാ. മോളെ, അച്ഛനൊരു കാര്യം പറയാനാ വിളിച്ചത്. അല്ല, നിന്റെ അടുത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല, അച്ഛൻ പറഞ്ഞോ. തുമ്പി മോള് ഇപ്പൊ വിളിച്ചിരുന്നു. അവള് എന്നോടൊരു കാര്യം പറഞ്ഞു. ആലോചിച്ചപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അതാ നിന്നെ വിളിച്ചത്. എന്താ അച്ഛാ? അത് മോളെ മറ്റൊന്നല്ല, മണിമാല മോളുടെ കയ്യിലിരിക്കുന്നത് അത്ര സുരക്ഷിതമല്ല. തുമ്പിയോട് പറയുന്നത് അതെടുത്ത് അവളുടെ ബാങ്ക് ലോക്കറിൽ വെക്കാവുന്ന. ആ, ആലോചിച്ചപ്പോ എനിക്കും തോന്നി അതാ നല്ലതെന്ന്. അത് നടക്കില്ല അച്ഛാ. അതെന്റെ കൈ തന്നെ ഇരിക്കട്ടെ. പൗർണമി ദിവസം പൂജ ചെയ്യേണ്ടതല്ലേ? അതോടെ മുടങ്ങിയ പിന്നെ എന്താവും അവസ്ഥ? മോളെ, അതൊക്കെ അച്ഛന് മനസ്സിലാവും. നരേന്ദ്രൻ ഇടക്കിടക്ക് വരാറുള്ള സ്ഥലത്ത് അതെത്ര സൂക്ഷിച്ചാലും നമ്മൾ കയ്യിൽ നിന്ന് പോവും. നീ അവിടുന്ന് പോകുന്നതിന് മുൻപ് അവൻ നിന്നെ കണ്ടാ പിന്നെ ഒരിക്കലും മണിമാല നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അതിനേക്കാൾ നല്ലതല്ലേ തുമ്പി മോള് പറഞ്ഞ കാര്യം? ദേവിക്ക് നമ്മുടെ അവസ്ഥയൊക്കെ അറിയാലോ മോളെ. ദേവിയുടെ മുതലേ നരേന്ദ്രനെ പോലെ ഒരുത്തന്റെ കൈ കിട്ടിയ പിന്നെ എന്താ സംഭവിക്കാന്നറിയാലോ. നാട്ടുകാരെ നമ്മൾ വെച്ചേക്കില്ല. അത് കയ്യിലിരിക്കും തോറും അപകട മോളെ. അതുകൊണ്ട് ലോക്കറിൽ വെക്കുന്നത് തന്നെയാ നല്ലത്. നമ്മുടെ അവസ്ഥയൊക്കെ മാറുമ്പോ നമുക്കതെടുത്ത് ദേവീ സന്നിധിയിൽ തിരികെ വെക്കാലോ. മോളെ, നമ്മുടെ മാത്രം കാര്യമല്ലത്, നമ്മുടെ നാടിന്റെ കൂടിയാ. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി അച്ഛാ. അച്ഛന്റെ ആഗ്രഹം അത് തന്നെയാണെങ്കിൽ പിന്നെ ഞാനായിട്ട് തടസ്സം നിൽക്കുന്നില്ല. അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാൻ തുമ്പി മോളെ വിളിച്ചിട്ട് മോളെ വിളിക്കാം. എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. നാളെ ഒരു സമയം എന്തെങ്കിലും ഉണ്ടായാ ഞാൻ എതിര് നിന്നതുകൊണ്ടാണെന്ന് എല്ലാരും എന്നെ കുറ്റപ്പെടുത്തും. അതോർത്താ. അച്ഛൻ പറയുന്നത് പോലെ ഇത് ദേവിയുടെ തീരുമാനം തന്നെയാണെങ്കിലോ? മണിമാല ബാങ്ക് ലോക്കറിൽ തന്നെ ഇരിക്കട്ടെ, അല്ലേ അമ്മേ? അച്ഛനാ? ഹലോ അച്ഛാ. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം തരും. അത് കൊള്ളാം.
വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ അവസാനം എന്നെങ്കിലും താൻ എന്നെ സ്നേഹിച്ചു തുടങ്ങും. ഇതെല്ലാം കൂടി വെച്ചൊരു പരീക്ഷണം നടത്തി നോക്കാം. ആ രമേ, ആ പുറംപണിക്ക് നിൽക്കുന്ന ജോലിക്കാരില്ലേ, അവര് പൂജയ്ക്ക് വരുന്നില്ലെന്ന്. വരുന്നില്ലെന്നോ? അവർക്ക് എന്ത് പറ്റി? അവരോട് അനുവാദം വാങ്ങാതെ നമ്മളെല്ലാം തീരുമാനിച്ചിട്ട് പറഞ്ഞ അവർക്കും അസൗകര്യങ്ങൾ കാണില്ലേ? അവരും കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നവരല്ലേ. എന്നാ അവര് വരണ്ട, പ്രശ്നം തീർന്നല്ലോ. എന്തായാലും അവര് വരുന്നില്ലല്ലോ. അപ്പോ കാറിൽ സ്ഥലമുള്ളതുകൊണ്ട് ചിന്നുവിനെയും കൂടെ കൊണ്ടുപോയിക്കൂടെ? അപ്പോ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ലെന്ന് അമ്മ തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എങ്കിലും അവള് വരണ്ട. ഇപ്പൊ തന്നെ അവക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. ഇനി പോകുന്നിടത്തൊക്കെ കൂടെ കൊണ്ടുപോയാ ആ അഹങ്കാരം കുറച്ചുകൂടെ അങ്ങ് കൂടും. അതാ ഞാൻ അന്നേ വേണ്ടാന്ന് പറഞ്ഞത്. നിനക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടിയെ മാത്രം കൊണ്ടുപോകാതിരിക്കുമ്പോ അവക്ക് മനോവിഷമം ഉണ്ടാവും. ഉണ്ടാവട്ടെ. അങ്ങനെ ഒരാളെ വിഷമിപ്പിച്ചിട്ട് ഏത് പൂജ ചെയ്തു എന്ന് പറഞ്ഞാലും അതിന് നീ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. അതെ, അവക്കും അത്യാവശ്യം പൂജയും മന്ത്രങ്ങളൊക്കെ അറിയാവുന്നതാ. എന്ത് നേർച്ചയ്ക്കാണ് നീ പൂജ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നീ ഉദ്ദേശിച്ച ഫലം കിട്ടണമെങ്കിൽ അവളെയും കൂടെ കൊണ്ടുപോകണമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഒരാളും കൂടി വന്ന ആ ഒരാളുടെ പ്രാർത്ഥന കൂടി പൂജയ്ക്കുണ്ടാവില്ലേ? നീ ഒന്ന് ആലോചിച്ചു നോക്കി. ഈശ്വര കടാക്ഷമുള്ള കുട്ടിയാ ചിന്നു. അവളും കൂടി വരുന്നത് നമുക്ക് ഗുണമേ ചെയ്യൂ. മതി ജയേട്ട. അവളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി ഇനി നിങ്ങൾ അവളെ ദേവതയാക്കണ്ട. എനിക്കൊരു താല്പര്യവും ഇല്ല.